ഒഴുകുന്ന അമ്മകങ്ങമാരെ എന്റെ ആരാധകർ. ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്നതിൽ ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. ഞാൻ പോലീസിൽ ഇതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ പല ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടറിയാ. അതിന് ചില തെറ്റി ഒറ്റയന്മാരുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം.
കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മാ തുളസി അല്ലേ ഒന്ന് പൊട്ടിക്കാൻ കാണേ ഒന്ന് സ്റ്റക്കായി നിന്നു. യൂസ് ചെയ്യാത്തോണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു സൽപുത്രൻ പിറന്നടാ പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന് ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്. ഒരു സന്തോഷം പിറന്ന പാട്ട്, സ്നേഹം തൊന്നായി മുഴത്തി ഇതാക്കി പോയി നന്ദിച്ചാട്. രോഗം കൊണ്ടാൽ ഇനി എത്ര ആളെ മുമ്പിലുണ്ടാവോ? നിനക്ക് നോർമ വൈരാഗ്യപ്പെടുത്തി നിന്നിട്ടില്ലല്ലേ? അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചാവന്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നു. അതാവുമ്പോ ഒരു വീട് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. നമ്മളെ മക്കളൊക്കെ വരാറായി. നമുക്ക് കട്ടിയുടെ കേക്കൊക്കെ എടുത്തൊക്കെ വാങ്ങി ഇവിടെ അപ്പച്ചൻ പോയിട്ട് ഇല്ല. നിങ്ങൾ ആരെ പാചകം ഇവിടെ കത്തിക്കാനായിട്ട് എമർജൻസി ലാഭമാണ്. അങ്ങോട്ട് വരാനില്ലതിനോട് ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് വന്നത് വേറെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? വെറോണിക്ക നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എന്ത് പഠിക്കുന്നു? അവക്ക് അപ്പച്ചൻ ഒരു 10-14 ഭാഷകൾ കൈകാര്യം ചെയ്യുള്ളൂ. 16 ഭാഷ അറിയാം. പിന്നെ സമ്മതിക്കോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ അവിടെ ടീച്ചറിലേക്ക് കഴിക്കട്ടാ. എനിക്ക് വിഷയമാ. അപ്പച്ചന്റെ മോളെ എനിക്ക് 10 ഭാഷ നിലകൊള്ളു. നിനക്ക് നിന്നെ വിളിച്ചു കാര്യങ്ങളല്ല. അപ്പച്ചന്റെ അമ്മച്ചിന്റെ താത്താർക്ക് വിവാഹവാസികളും അപ്പൊ എല്ലാവരും വിളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ടി തറക്കി നിന്ന് ആഘോഷിക്കണം. ഓടിത്തേക്ക് വരും. അയ്യോ, കോഴിക്കുട്ടിയും സാധനക്കുട്ടിയും വന്നു. ഇതാണ് നിന്റെ ആളുകളെ കണ്ടു പഠിക്കേണ്ടത്. എന്താ പ്രശ്നം?
പിന്നെ കൂത്തുവാനായിട്ട് പണിയോ മൊത്തമൊന്നുമില്ല ഫുട്പാത്ത് മാത്രം. അതെ വിളിച്ചോണ്ടേക്കാ കാര്യം എന്താ? അതെ അപ്പച്ചന്റെ അച്ഛനെ അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം തൊട്ട് പാടാൻ കേൾക്കുന്നു കേൾക്കുന്നു ഞാൻ ആ ചേട്ടന്മാരോട് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാനില്ലാതെ കുംഭസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും. കുർബാന നടത്തിയാൽ ക്ഷമിക്കും. ഞാനില്ലാതെ ഫുഡടിച്ചാൽ ക്ഷമിക്കില്ല. കുട്ടിക്ക് വേറെ കഴിയില്ല. സാധാരണ നീ ദൂരെ പോവുക. നീ ദൂരെ പോവുക. നിന്നെപ്പോലെ ജീവിതമാണ് ഇപ്പൊ വരയ്ക്കുന്നത്. ദൂരെ പോകും, ദൂരെ പോകും. അയ്യാക്കാൻ ഒന്നാനല്ല. വക്കീൽ ഒന്നാനും വായിട്ട് വക്കീലിനും വായിട്ട് ഇപ്പൊ വായിലുള്ളത് പറയുന്നത്. നീ വായെടുത്ത് മാറി നിൽക്കുക. അത് ഞാൻ പോകാൻ ചട്ടപ്പത്തിന് മനസ്സിലായി നീ പോത്താണെന്ന്. ഓ അതുകൊണ്ടിട്ടുകാരൻ പോത്തുണ്ട്. അതൊക്കെ കുഞ്ഞിലെ പോത്ത് പാക്കാച്ച് പോകും. എനിക്ക് വാക്കാച്ചി അവരുടെ മാർജിക്കും. അച്ഛോ ഞങ്ങളുടെ കുടുംബമില്ല ഇത് കത്തിക്കില്ല, കേട്ട് കത്തിക്കില്ല. അന്നേരം വിളിക്കട്ടെ ശൃംഖലോ ഇങ്ങനെ മാറിക്കോ, അടുത്ത് നിൽക്കാം. ദൈവത്തെ നമ്മോട്ട് ധ്യാനിക്കുക. കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക, 2 പീസ് കട്ട് ചെയ്യുക. ഒന്നും കൂടി 2 പേരും ഓരോ പീസ് കയ്യിലെടുക്കും. എടുക്കും 2 പീസും 2 കയ്യിലെടുക്കും. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെച്ചു. അത് ശരിയാകില്ലേ? ഇതിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിലേക്കൂ. ഞാൻ ഇതെടുത്തോളാം. ഈ വർക്കിച്ചായി അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറോണിക്ക അമേരിക്കയുടെ ലൈവിലുണ്ട്. അല്ല എല്ലാവരും കാണട്ടെ. പിന്നെ വേണ്ട, അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വർഷം അവരുടെ ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ ഈ വർഷത്തിനെ പരിചയപ്പെടുന്നത് 1987 തോന്നുന്നു. 70 അവന് 1977 ചോദിച്ചിരുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പള്ളിമണിയിലേക്ക് ഈ വർക്കിച്ചെന്ന് പറഞ്ഞ് ഈ മാന്യ കയറി വരികയുണ്ടായി. ഈ മാന്യ ഇദ്ദേഹത്തെ കണ്ടപ്പെടുത്തുന്ന എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു മാന്യ എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കോപ്പമാറ്റി പറഞ്ഞിടുന്നവനാണ് ഈ വർക്കിച്ചെന്ന് പറഞ്ഞ മരിച്ചാണ്. അന്ന് ഞാൻ കൂട്ടത്തിലൂടെ ഒരു വൈകൃതത്തിലൂടെ ഈ വർക്കിച്ചിനെ ഞങ്ങൾ പിടിച്ചു തെങ്ങിൽ കെട്ടിയിട്ട് തള്ളി. നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തള്ളിക്കഴിഞ്ഞ് പോയപ്പോൾ ആ കെട്ടടിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങ കട്ടവനാണ്. അങ്ങനെ കപ്പിയിൽ തേങ്ങയും കൊണ്ട് മാനമായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർക്കി പെരിച്ചാണിക്ക് ഞാൻ ഇതിലും നീട്ടെടുത്ത് എന്റെ വീട്ടിലോട്ട് പോകാം. എന്നാത്തിനോ ഞാനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചു. ഭർത്താവേ, സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടിയെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി ശരി വരാം. പട്ടി കടിക്കുമോ? അല്ല അത് കടിക്കുമെന്ന് അറിയാൻ അച്ഛൻ പറയാം. പട്ടിയിലേക്ക് കടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഞാൻ വേണത്തില്ല. അവിടെ അപ്പച്ചനെ ആവശ്യിക്കാൻ എന്നാ ആഗ്രഹം വെച്ചാൽ പറഞ്ഞോ. എനിക്ക് സാധിച്ചില്ല. അച്ഛൻ പറ. നീ പറഞ്ഞാൽ അച്ഛൻ പറ. ആർക്കും പറയാൻ ആഗ്രഹം പറയാനാണോ ഇരിക്കല്? നമ്മുടെ കല്യാണം വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ കല്യാണം ഒന്ന് വീഡിയോയിൽ പിടിച്ചെനിക്കൊന്നും കാണണം ഒരു ആഗ്രഹം. അത്രേ. അതെ നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹം. നിങ്ങളുടെ അമ്മച്ചിനെ വിളിച്ചോട്ട് വന്നതാണല്ലോ. അപ്പൊ അക്കാലത്ത് വീഡിയോ ക്യാമറ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ
കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത് ഞങ്ങളൊന്ന് കാണണം. സെക്ഷൻ 471, 326, അങ്ങനെ അങ്ങ് പറഞ്ഞ പോലെ കടങ്ങളെല്ലാവർക്കും വിളിച്ചുകൊണ്ടായിരുന്നു. ഇതങ്ങനല്ല. ഇവന് വീണ്ടും വിവാഹം കഴിക്കണം. ഞങ്ങൾ വിവാഹം കഴിച്ചേക്കുന്നതാണല്ലോ. അല്ല, അത് സാരമില്ല. രണ്ടാമത് വിവാഹം കഴിക്കാം. ചിലപ്പോഴുള്ള പാത്രം കൊണ്ടിരിക്കുകയാണ്. പാത്രം 32 വർഷമായിട്ട് പാത്രം കൊണ്ടിരിക്കുക. ഉടനെ എന്നെ കല്യാണം കഴിപ്പിക്കോ? കുരിശു വരട്ടെ. സെക്ഷൻ 446 പ്രകാരം ലീഗലി യുവർ ഓണർ നോട്ട് മൈ കക്ഷിക്കാരൻ ഓട്ടക്കാൽ കുറ്റക്കാരൻ അതിപ്രകാരം ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൈവോഴ്സ് അച്ഛാന്ന് വിളിക്കരുത്. ഇപ്പൊ നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങൾ വേർതിരിച്ചിരിക്കുകയാണ്. അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്, അന്യ സ്ത്രീ അല്ലെങ്കിൽ അന്യ പുരുഷനെ അച്ഛാന്ന് വിളിക്കാൻ ഈ സഭ സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അടുത്തടുത്ത് നിന്നാൽ പോലും അത് അനാവശ്യമാണ്. അന്യ ആൾക്കാരുടെ ചീത്തപ്പനുണ്ടാക്കും. ഞങ്ങളുടെ അമ്മച്ചിനെ കെട്ടണമേ ഞങ്ങളുടെ പെണ്ണ്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന പെണ്ണാണ്, നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ചെറുക്കനാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരാളാണ് ഞങ്ങളുടെ പെണ്ണ്. അതിനിപ്പോ ചേർന്ന് കല്യാണമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു അമേരിക്കക്കാരന്റെ കുടുംബത്തിലുള്ള ചെറുക്കനാണ് കിട്ടുന്നത്. എന്ത് തരും നിങ്ങളുടെ പെണ്ണുകൂട്ടുകാർ? പെണ്ണുകൂട്ടുകാർ എന്ത് തരും? ചെറുക്കൻ എന്നാണെന്ന് നന്ദിയില്ല. എനിക്കൊന്നും വേണ്ട, ഞങ്ങളെ കെട്ടിച്ചാ മതി. എന്നെ പോയിട്ട് കളയും. ഞങ്ങൾ പിന്നെ കെട്ടി, ഒരുത്തന്റെ സഹായമില്ലാതെ ഞങ്ങൾ കെട്ടി. അപ്പൊ എന്നാണല്ലോ ഞാൻ കഴിച്ച കാര്യങ്ങളൊക്കെ ശരി. ഇനി മക്കൾക്കുള്ള വീടാണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ തിരിച്ചു അതൊക്കെ മക്കൾക്കുള്ളതാണത്. ആർക്കൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞുതരാം. ഞങ്ങൾ എന്തായാലും രണ്ടാമത് കെട്ടിയതാണ്. അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമ്പോ